നിങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരവാണോ വേണ്ടത്? പിന്നെ കള്ള ഉത്തരം പറഞ്ഞാൽ ഞാൻ പറയില്ല. സത്യസന്ധമായ ഉത്തരവാണ് വേണമെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള രസകരമായ ബോറാണ്. കാരണം കഴിഞ്ഞ വർഷം ഇതിനെയും കട്ടി പിന്നെയും ബെറ്ററായിരുന്നു. അപ്പോൾ വളരെ മോശമാണ്. 2026 ഈ പോക്കാണെങ്കിൽ ഇനി വന്ന IFFK എന്ന് പറയുന്നത് ഐ മാത്രം കാണും. ഇപ്പം തന്നെ കെ പോയി, എഫും പോയി, ഒരു എഫ് ഈ വർഷം പോയി, ഇനി ഒരു ഐയും കൂടിയേ ഉള്ളൂ പോകാൻ. അപ്പം ഇതാണോ IFFK? കാരണം മലയാളികളുടെ അല്ലെങ്കിൽ തലസ്ഥാന നഗരികളുടെ ഒരു സിനിമാക്കാരുടെ ഒരു വലിയ ഇതാണ്. ഇപ്പോൾ ഗോവ ഫെസ്റ്റിവൽ പോലെയാണ് ട്രിവാൻഡ്രത്ത് IFFK ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നിങ്ങളൊന്നും ഇപ്പോഴാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ 2 വർഷമായിട്ടാണ് എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. പണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇല്ലായിരുന്നു. അന്ന് യൂട്യൂബാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് 2015, 2014 യൂട്യൂബ് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് IFFK എങ്ങനെയായിരുന്നു. 2015 മുതലാണ് ടാഗോർ തിയേറ്റർ ആസ്ഥാനമായത്. 2014 വരെ കൈരളി തിയേറ്ററിൻ്റെ അകത്തായിരുന്നു ആസ്ഥാനം. അന്ന് കൈരളി തിയേറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുതാണ്, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സൗകര്യമില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ജനത്തിൻ്റെ ഒരു ഓളം പോലും ഇവിടെ ഇല്ല. അന്ന് ഫോറിനേഴ്സ് എത്ര പേരുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഇവിടെയാണ് ഫോറിനേഴ്സൊക്കെ നിറയേണ്ടത്. കഴിഞ്ഞ വർഷവും പിന്നെയും പേരിനെങ്കിലും ഒരു ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കാണുന്നില്ല. ബംഗാളി നടന്മാർ, കാരണം ബംഗാളിയാണ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ ഇതാവുന്നത്. കാരണം ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഒരുപാട് സൈറ്റുകളുണ്ട് ഫിലിമിൻ്റെ ഒക്കെ. മുമ്പ് സൈറ്റുകളില്ലായിരുന്നു. നമ്മളൊരു ഫിലിം ഡൗൺലോഡ് ചെയ്ത് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ 2 ദിവസം ഇരുന്നാൽ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നെറ്റ് അതേപോലെ അവൈലബിൾ അല്ലായിരുന്നു. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ സൈറ്റുണ്ട്. എന്നിട്ട് പോലും സിനിമകൾ കാണാൻ നമുക്ക് സിനിമയുടെ കൾച്ചർ എന്താണ്, അവിടെയുള്ള പല സിനിമകൾ ഇന്ന് കിട്ടും. എന്നാൽ പോലെ ഈ ഒരു ഓളം വൈബ് മുമ്പായിരുന്നു. ഇതിപ്പം കാർണിവലാണ്.